എല്ലാ എൻ്റെ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഹാപ്പി ആവാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ? നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തെക്കാൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും സന്തോഷവാന്മാരായിരിക്കണം എന്നാണ്. എന്നാൽ നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇല്ല. മറ്റുള്ളവർ സന്തോഷമായിരിക്കണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? അതുമില്ല. നമ്മളെപ്പോഴും ആ കാര്യത്തിൽ നമ്മളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു ചിന്ത നമ്മളിലേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവാറുണ്ടോ? ഞാനൊരു ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് പരീക്ഷയിൽ 95 മാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നീ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു. ആ കുട്ടി എടുത്ത വഴിക്ക് പറഞ്ഞു, അതെ മാഷേ, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. പക്ഷേ അധ്യാപകൻ ആ കുട്ടിയോട് പറഞ്ഞു, പക്ഷേ മോനെ, നിനക്ക് 95 മാർക്കാണ് കിട്ടിയത്, പക്ഷേ മറ്റുള്ള കുട്ടികൾക്ക് 96, 97, എന്തിന് 100-ൽ 100 മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട്. അപ്പോൾ നീ ഹാപ്പിയാണോ? ആ കുട്ടി ഒന്ന് നിശ്ചലമായി നിന്നുകൊണ്ട് മാഷിനോട് പറഞ്ഞു, മാഷേ, ഞാൻ ഒരിക്കലും ഹാപ്പിയല്ല. അപ്പോൾ മാഷ് വീണ്ടും ചോദിക്കുകയാണ് ആ കുട്ടിനോട്, മോനെ, നിനക്ക് 65 മാർക്ക് കിട്ടിയാൽ നീ ഹാപ്പി ആകുമോ? എങ്ങനെയാണ് മാഷേ ഞാൻ 65 മാർക്ക് കിട്ടിയാൽ ഞാൻ ഹാപ്പി ആവുക? എന്നെക്കാൾ കൂടുതൽ മാർക്ക് മറ്റുള്ളവർക്കല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അധ്യാപകൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, 65 മാർക്ക് കിട്ടിയ നീയാണ് ക്ലാസ്സിലെ ഫസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ നീ ഹാപ്പിയാണോ എന്നാണ്. ആ കുട്ടി വളരെ ആഹ്ലാദത്തോടെ പറഞ്ഞു, തീർച്ചയായും മാഷേ, ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം എന്താണ്? ഇവിടെ ആ കുട്ടിയുടെ മനസ്സ് മറ്റുള്ളവരെക്കാൾ മേലെ ഞാനാവണം, ഞാൻ എത്തിപ്പെടണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. ഇതുപോലെയാണ് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഉള്ള ഒരു ചിന്ത. അതാണ്, എന്നെക്കാൾ മേലെ ഒരാൾ പാടില്ല, എല്ലാവരെക്കാൾ മേലെ ഞാൻ എത്തണം, ഏറ്റവും ആദ്യം, ഏറ്റവും ഫസ്റ്റ്, ഏറ്റവും മുകളിൽ ഞാനായിരിക്കണം എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവരുടെ ഉള്ളിലും. ഈ കുട്ടിയെപ്പോലെയാണ് നമ്മുടെ മനസ്സും. ആ മനസ്സുകളെല്ലാം മാറ്റി നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് ഒരു പ്രോത്സാഹനം കൊടുക്കുമ്പോൾ നാം പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ധാരാളം സന്തോഷങ്ങൾ ഓടിയെത്തുന്നത് നമുക്ക് കാണാം. സങ്കടപ്പെട്ടിരിക്കുന്നവൻ്റെ മുന്നിൽ പോയി അവനക്കൊരു സന്തോഷമുള്ളൊരു വാക്ക് പറഞ്ഞ് അവൻ്റെ ഒരു പുഞ്ചിരി കാണുമ്പോൾ നാം പോലും അറിയാതെ നമ്മുടെ മനസ്സും കണ്ണും നിറയുന്നത് കാണാം. പക്ഷെ നമ്മൾക്ക് അധികവും അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സിലും നമ്മുടെ വിജയത്തിലും നമ്മുടെ ഉയർച്ചയിലും മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതിൽ നിന്നെല്ലാം വിഭിന്നമായി നമ്മൾ നമ്മുടെ യാത്രയിൽ, നമ്മുടെ ഉയർച്ചയിൽ നമ്മുടെ കൂടെയുള്ളവരെ കൂടി ആ കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നന്ദി.